നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2 മാസം മുമ്പായിരുന്നു സർക്കാർ മസ്റ്ററിങ് പ്രഖ്യാപിച്ചിരുന്നത്. സെർവർ തകരാറ് മൂലം മറ്റു കാര്യങ്ങളിലെല്ലാം മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഇലക്ഷൻ വരികയും പിന്നീട് ഇലക്ഷന് ശേഷം മസ്റ്ററിങ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ പുതിയ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കുകയുള്ളൂ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുടെ പേരിലുള്ള റേഷൻ സാധനങ്ങൾ, സബ്സിഡി റേഷൻ സാധനങ്ങൾ പല ആളുകളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സർക്കാർ മസ്റ്ററിങ് കൊണ്ടുവന്നത്. മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിലുള്ള മുഴുവൻ ആളുകളും റേഷൻ ഷോപ്പിൽ പോയി മെഷീനിൽ വിരൽ പതിപ്പിക്കുകയും തുടർന്ന് മാത്രമായിരിക്കും അവർക്ക് റേഷൻ സാധനം ലഭിക്കുക എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരുന്നത്. പല ആളുകളും അറിവില്ലായ്മ മൂലം മറ്റും മരണപ്പെട്ടു പോയ ആളുകളുടെ റേഷൻ സാധനങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകളുടെ പേരിലുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുക, അങ്ങനെ പല ആളുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല ആളുകൾക്കും അറിവില്ലായ്മ മൂലമാണ്. പല ആളുകളും റേഷൻ കാർഡിൽ പേരുണ്ടായത് മൂലം നമുക്ക് ആരെങ്കിലും ഒരാൾ റേഷൻ സാധനങ്ങൾ വാങ്ങിയാൽ തന്നെ നമ്മുടെ മുഴുവൻ റേഷൻ സാധനങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് റേഷൻ കാർഡിൽ മസ്റ്ററിങ് ചെയ്യാവുന്നുള്ളത്. അത് നമ്മൾ അടുത്ത ആഴ്ച മുതലായിരിക്കും മസ്റ്ററിങ് തുടങ്ങുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതിനു മുമ്പായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയ ആളുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ ആളുടെ മരണ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും കൊണ്ട് ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുകൾ, അക്ഷയകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓൺലൈനായി തന്നെ അവരുടെ പേര് ഓൺലൈനിൽ മാറ്റാൻ സാധിക്കുകയും അതിനുശേഷം അവരുടെ പേര് ഒഴിവാക്കിയ റേഷൻ കാർഡ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ വീട്ടിലെ ഗൃഹനാഥയാണ് മരണപ്പെട്ടതെങ്കിൽ, കാർഡ് ഓണറാണ് മരണപ്പെട്ടതെങ്കിൽ, പുതിയ കാർഡ് ഓണർ നമ്മൾ ആരെ ആക്കേണ്ടതെന്ന് നോക്കിയതിന് ശേഷം അവരുടെ ഫോട്ടോയും ആധാർ കാർഡും കൊണ്ട് നമ്മൾ ചെന്നാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നേരെ NRK എന്ന് രേഖപ്പെടുത്താൻ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ കൊടുത്താൽ മതി. റേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളിലോ നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓൺലൈൻ അപ്രൂവിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും അതിനുശേഷം നമുക്ക് പുതിയ റേഷൻ കാർഡിൻ്റെ പ്രിൻ്റ് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാനും സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിൽ ചെന്നാൽ മതി. പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിന് നമുക്ക് അർഹതയില്ലെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മൾ സപ്ലൈ ഓഫീസറെ നേരിട്ട് അറിയിക്കുകയും ഓൺലൈനായി തന്നെ അറിയിക്കുകയും നമ്മുടെ കാർഡ് വെള്ള കാർഡിലേക്ക് മാറ്റാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാനും മറ്റു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ഉണ്ടായതിനാൽ തന്നെ മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് തിരക്കുകൾ മൂലം ഇത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.